Hi everyone, welcome back to my channel Angel Creations. ഇന്ന് നമ്മൾ വെർബ് എന്താണെന്നും adverb എന്താണെന്നുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെർബ് എന്താണ്? വാട്ട് ഈസ് എ വെർബ്? വെർബ് ഡിനോട്ട്സ് an action or being or possession. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് വെർബ് എന്ന് പറയുന്നത്. ആക്ഷൻ വേർഡ്സിന് മാത്രമല്ല ബീയുടെ ഫോംസും അതുപോലെ തന്നെ ഹാസ് ആൻഡ് ഹാവ് ആ ഫോംസിനെയും നമ്മൾ വേർബ്സ് ആയിട്ട് കൂട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദി ഗാർഡ് ഷോഡ് ദ ഗ്രീൻ ഫ്ലാഗ്. ഇവിടെ ഷോഡ് കാണിക്കുക ഒരു ആക്ഷനാണ്. ഓക്കെ, സോ ഹിയർ വേർബ് ഇസ് ആൻ ആക്ഷൻ. മധു ഇസ് ഇൻ്റലിജൻറ്റ്. ഇവിടെ ഏതാണ് വേർബ്? ഈസ് ആണ്, അതായത് ഫോംസ് ഓഫ് ബി ആണ് ഇവിടെ ഈസ് ആയിട്ട് വരുന്നത്. ഇവിടെ ഈസ് ആണ് ഇവിടെ വേർബ് എന്ന് പറയുന്നത്. ഇനി എ കൗ ഹാസ് 4 legs. എഗെയിൻ ഇവിടെ ഏതാണ്? ഹാസ് ആണ് നമുക്ക് വെർബായിട്ട് വരുന്നത്. അതിവിടെ കാണിക്കുന്നത് ഒരു പൊസിഷനാണ്. കൗവിനുണ്ട് എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. മധു ഈസ്, മധുവിനുണ്ട് അല്ലെങ്കിൽ മധു ആണ് എന്നുള്ളതാണ് ഈസ് വെച്ചിട്ട് അവിടെ നമ്മൾ കൺവേ ചെയ്യുന്നത്. മധു ആണ് എന്ത്? ഇൻ്റലിജൻറ്റ്. മധു ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ളത് ഒരു മീനിങ്ങിലേക്കാണ് നമ്മൾ ഈസ് അവിടെ യൂസ് ചെയ്യുന്നത്. ഹാസ് നമ്മളെന്താണ് ആളെ ആണെന്ന് കാണിക്കാനായിട്ട്, കൗ ഹാസ് കവിനുണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 by 1 ആക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾ, അതുപോലെ ഫോംസ് ഓഫ് ബീയുടെ കുറച്ച് എക്സാമ്പിൾസ്, അതുപോലെ പൊസിഷൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് നോക്കി വെക്കാം. ഹിയർ നമുക്ക് ആദ്യം ആക്ഷൻ്റെ ആണ്. ആക്ഷൻ മീനിങ് മെയിൻലി എ ഡൂയിങ് വെർബ്, അതായത് ഒരു ആക്ഷൻ വെർബ്. അതൊരു എന്തെങ്കിലും കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മെയിനായിട്ട് ആക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെർബ് ആസ് ആൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹി ആക്ട്സ് ഓൺ TV. ആക്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, ഒരു ആക്ഷനാണ് അല്ലേ, അഭിനയിക്കുക എന്നുള്ളത്. അനിൽ ബൗൾസ് വെൽ. ബൗൾ ചെയ്യുന്നത് എന്താണ്? എഗെയിൻ ഒരു ആക്ഷനാണല്ലേ. ക്രിക്കറ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ബൗളിങ്ങും ബോളിങ്ങും ബാറ്റിങ്ങും ഒക്കെ. അതൊക്കെ എന്താണ്? ആക്ഷനാണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ വരുന്ന വാക്കുകളൊക്കെ നമുക്ക് എന്തിൽ പെടുത്താം? ഒക്കെ നമുക്ക് വേർബിൽ പെടുത്താം. ഓക്കെ, ദ ബേർഡ് ഫ്ലൂ അവേ. ഫ്ലൂ എന്ന് വെച്ചാൽ പറക്കുക. എഗെയിൻ അതൊരു ആക്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ടോക്കിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, ഇതെല്ലാം എന്തിൽ പെടും? ആക്ഷൻ വേർഡ്സിൽ പെടും. ദാറ്റ് ഈസ് അതെല്ലാം എന്താണ്? വേർബാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കല്ല, നമുക്ക് നെക്സ്റ്റ് ആയാലൊരു കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോംസ് ഓഫ് ബി ആണ്. അത് ബീയിങ്, ആയിരിക്കുന്ന ഒരു അവസ്ഥേനെ പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വാക്കുകളാണ് വേർബ്സ്. ഓക്കെ, അതിൽ ഫോംസ് ഓഫ് ബിയിൽ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും നിങ്ങൾ ഈ ടേബിൾ മനസ്സിലെപ്പോഴും കണ്ടിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ ഈസ് മാമോ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? പ്രസൻറ്റ് ടെൻസിലായിരിക്കുമ്പോഴാണ് യൂസ് ചെയ്യുക, ആൻഡ് എസ്പെഷ്യലി സിംഗുലർ ആയിരിക്കുമ്പോൾ. ഓക്കെ, ആം എപ്പോഴാണ്? ഐയുടെ കൂടെ. ബാക്കിയോ? ഹി, ഷീ, ഇറ്റ് ഒക്കെ കൂടെയാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തന്നെ പ്ലൂറൽ ഫോമായിട്ട് വരുമ്പോൾ എന്താണ്? അത് ആറായി മാറും. യു ആർ. ഓക്കെ, ദേ ആർ. ആറാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ തന്നെ പാസ്റ്റ് ടെൻസിലേക്ക് കടക്കുമ്പോഴോ ഈസും ആമിനും പകരം നമ്മൾ വാസ് ഉപയോഗിക്കും. ആറിന് പകരം നമ്മൾ വേറാണ് യൂസ് ചെയ്യുക. യു വേർ ലേറ്റ്. യു അല്ലെങ്കിൽ ദേ വേർ ലേറ്റ്. യുവിന് സിംഗുലറും പ്ലൂറലുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ വാസോ ഐ വാസ് ലേറ്റ്, ഹി വാസ് ലേറ്റ്. അതൊക്കെ സിംഗുലർ വരുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസും, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഈസും ആമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോം ഈ ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. നമ്മളെപ്പോഴും ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഓർക്കണം. ഇനി നെക്സ്റ്റ് വൺ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഫോംസ് ബി ബിക്കം സീം. സീസ് ദാറ്റ് സംബഡി, വാട്ട് സംബഡി ഈസ് ഓർ സംതിങ് ഈസ്. എന്താണ് ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താണ് ഒരു സാധനം എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഫോംസ് ഓഫ് ബി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോംസ് ഓഫ് ബിയുടെ കൂടെ തന്നെ ബിക്കമും സീമും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എക്സാമ്പിൾ അനീറ്റ ഈസ് എ ക്ലെവർ ഗേൾ. ഇവിടെ അനീറ്റ ഈസ് ആണ് എന്ന് കാണിക്കാനായിട്ട്, വാട്ട് സംബഡി ഈസ് അനീറ്റ എന്താണെന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഈസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നൗ ഡിന്നർ വാസ് നൈസ്. ഡിന്നർ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാനായിട്ട് വി ഹാവ് യൂസ്ഡ് എ ഫോം ഓഫ് ബി ദാറ്റ് ഈസ് വാസ്. ഇതിൽ നിന്ന് വേറെ വാക്ക്, എക്സെപ്ഷണൽ വാക്കാണ് സീംസും ബിക്കമും.
ദിസ് ഷർട്ട് സീംസ് ബെറ്റർ. എഗെയിൻ അത് എങ്ങനെയുണ്ടെന്ന് കാണിക്കാനായിട്ടുള്ള വാക്കുകളാണ്. സോ ഇതാണ് ഫോംസ് ഓഫ് ബിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വെർബ് യൂസ് ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ ലാസ്റ്റ് വൺ ആയിട്ട്, അതായത് ആദ്യത്തെ നമ്മൾ പറഞ്ഞ ആക്ഷൻ, മെയിനായിട്ട് വേർബ്സിൽ പെടുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ്സ് ആണ്, ഡൂയിങ് വേർഡ്സ് ആണ് വേർബ്സിൻ്റെ ഒരു കാറ്റഗറി. മറ്റൊരു കാറ്റഗറിയാണ് ഫോംസ് ഓഫ് ബിയുടെ പലതരത്തിലുള്ള വകഭേദങ്ങളെല്ലാം എന്താണ്, വേർബാണ്. അതുപോലെ മറ്റൊരു ഭാഗമാണ് പൊസിഷൻ കാണിക്കുന്ന വാക്കുകൾ, അതായത് മെയിൻലി ഹാവ്, ഹാസ്, ഹാഡ്. ഓക്കെ, ഈ 3 വാക്കുകളൊക്കെ എന്താണ്, പൊസിഷൻ കാണിക്കുന്ന വാക്കുകളാണ്. വാട്ട് സംബഡി ഓർ സംതിങ് ഹാസ്, ഒരു വ്യക്തിക്ക് ഒരു സാധനത്തിന് ഉള്ള കാര്യങ്ങളെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കൺവേ ചെയ്യാനായിട്ട് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹീ ഹാസ് എ കമ്പ്യൂട്ടർ. ഹാസ്, അവന് ഒരു കമ്പ്യൂട്ടർ ഉണ്ട് എന്നുള്ളൊരർത്ഥത്തിലേക്ക് നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് എ പെൻ. എഗെയിൻ ഇവിടെ എന്താണ്, എനിക്ക് ഒരു പെൻ ഉണ്ടെന്ന് പറയാനായിട്ട് വി ആർ യൂസിങ് ദ വേർഡ് ഹാവ്. ഇവിടെ എഗെയിൻ നമ്മൾ സിംഗുലർ ആണെങ്കിലാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഐയും യു ഒക്കെ സിംഗുലർ ആൻഡ് പ്ലൂറൽ ബോത്തായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് തന്നെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക, ഹാഡ്. അപ്പോൾ അതാണ് പൊസിഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേർബ്സിനെ കുറിച്ച്, അതായത് ആക്ഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ ഫോംസ് ഓഫ് ബിയുടെ എല്ലാ വകഭേദങ്ങളും എന്താണ്, വെർബ് തന്നെയാണ്. അതുപോലെ തന്നെ ഹാസും ഹാവും ഹാഡും എന്താണ്, വെർബ് തന്നെയാണ്. ആക്ഷൻ വേർഡ്സ് മാത്രമാണെന്ന് വിചാരിക്കരുത്, ഇതെല്ലാം വെർബിൽ പെടും. ഇനി നമുക്ക് ഈ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് അണ്ടർലൈൻ ദ വേർബ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ്. നമുക്കൊരു പാസേജ് ഇവിടെ സ്ക്രീനിൽ കാണാം. അതിലെ നിങ്ങൾ ചെയ്യേണ്ടത് വേർബ്സ് അണ്ടർലൈൻ ചെയ്യുക. ഏതൊക്കെയാണ് വെർബ് എന്നുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. അപ്പോൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, എന്താണ്, ഫോംസ് ഓഫ് ബി വരും, അതുപോലെ തന്നെ ആക്ഷൻ വേർഡ്സ് ഉണ്ടാവും വെർബിൽ, അതുപോലെ തന്നെ പൊസിഷൻ കാണിക്കുന്ന വാക്കുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഹാസ്, ഹാവ്, ഹാഡ്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയതായിരിക്കും നമ്മുടെ വെർബ് എന്ന് പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ വേഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ വേർബ്സ് ടീച്ചറോട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വാസ്, വാട്ട്, ആസ്ക്ഡ്, റിപ്ലൈഡ്, അങ്ങനെ ഒരുവിധം എല്ലാം ടീച്ചറോടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഫോംസ് ഓഫ് ബിയുടെ ഒരു വകഭേദമാണ്. അതുപോലെ തന്നെ വാക്കിംഗ് ക്ലിയർലി ആൻ ആക്ഷൻ വേർഡ് ആണല്ലേ, അതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം വാക്കിംഗ് ഒരു ആക്ഷൻ, ഒരു വെർബ്, ഒരു പ്രവൃത്തി നടക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം, ഇതിൽ മെജോറിറ്റിയും എന്താണ്, ആക്ഷൻ വേർഡ് തന്നെയാണ്. പക്ഷെ അതിലിടയ്ക്ക് നിങ്ങൾക്ക് ഫോംസ് ഓഫ് ബിയും കൂടി കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിനെ തന്നെ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് adverb എന്നുള്ളത്. നമുക്ക് ആ പേരിൽ തന്നെ ഒരു വെർബ് ഉണ്ട് അല്ലേ. യെസ്, an adverb adds to the meaning of verb. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ എഡ്ജക്റ്റീവ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എഡ്ജക്റ്റീവ് എന്തായിരുന്നു, ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ നൗണിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫൈ ചെയ്യുന്ന വാക്കുകളാണ് എഡ്ജക്റ്റീവ്സ്. അതേ റോള് തന്നെയാണ് adverbനും, ഇവിടെ വെർബിനാണെന്ന് മാത്രം. ഓക്കെ, ഒരു വെർബിൻ്റെ മീനിങ് അല്ലെങ്കിൽ വെർബിനെ കുറച്ചുകൂടി ഭംഗി കൂട്ടുന്ന വാക്കുകളാണ് adverb. ഉദാഹരണത്തിന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഹി വാക്സ് ക്വിക്ക്ലി. അവിടെ നമുക്ക് ബ്രാക്കറ്റിലെ കാണാം ഹൗ, അതായത് എങ്ങനെയാണ് അവൻ നടക്കുന്നത്, ക്വിക്ക്ലി, പെട്ടെന്ന് സ്പീഡിലാണ് നടക്കുന്നത് അല്ലേ. അത് കാണിക്കാനായിട്ട് എങ്ങനെയാണ് അവൻ നടക്കണേ, ആ വാക്കിംഗ് വെർബ് എങ്ങനെയാണ് സംഭവിക്കണേ എന്നല്ലേ, വെർബിൻ്റെ കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷനാണ് അവിടെ adverb ആയിട്ടുള്ള ക്വിക്ക്ലി. ഓക്കെ, സെക്കൻഡ് സെൻറ്റൻസിൽ ദ ഗേൾസ് സാങ് സ്വീറ്റ്ലി. എങ്ങനെയാണ് ആ കുട്ടി പാടിയത്, നന്നായിട്ടാണോ, ചീത്തയായിട്ടാണോ, മോശമായിട്ടാണോ, എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിച്ച് പറയുന്നതാണ് എന്ത്, adverb. അതാണ് ഇവിടെ എങ്ങനെയാണ് പാടിയത്, സ്വീറ്റ്ലി. ഓക്കെ, ഇനി ദേ അറൈവ്ഡ് യെസ്റ്റർഡേ. എപ്പോഴാണ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ഇവിടെ adverb ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദേ അറൈവ്ഡ് യെസ്റ്റർഡേ, അവിടെ അപ്പോൾ ടൈം കാണിക്കുന്നതാണ്. മൈ അങ്കിൾ ലീവ്സ് there. അവിടെ എന്താണ്, where, സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, adverbs. ആ വേർബ്സിന് ഇവിടെ നമുക്കറിയാം അല്ലേ, വാക്ക്, സാങ്, അറൈവ്ഡ്, ലിവ്സ്. ഈ വേർബിനെയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആഡ് ഓൺ കൊടുക്കുകയാണ് നമ്മൾ adverbൽ. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് adverb ആലോചിക്കേണ്ടത് എന്താണ്, ഇറ്റ് ആഡ്സ് ടു ദ മീനിങ് ഓഫ് എ വെർബ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെർബിനെ കുറച്ചുകൂടി അർത്ഥമുള്ളതാക്കുന്നു. ഓക്കെ, ടെൽസ് us how, when or where something happens. എവിടെ, എങ്ങനെ,
എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് നമുക്ക് adverbിലൂടെ കിട്ടുന്നത്. ഇനി adverbിനെ തിരിച്ചറിയാൻ ഒരു കുറുക്ക് മാർഗ്ഗമുണ്ട്. നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താണ്, ഈ adjective-ആണ് ഈ ക്വിക്കും എന്താണ് സ്വീറ്റും ഒക്കെ അല്ലേ, അതിൻ്റെ കൂടെ ഒരു ly കൂട്ടാണെങ്കിൽ നമുക്ക് എന്തായത്, ly വെച്ച് എൻഡ് ചെയ്യുന്ന വാക്കുകളൊക്കെ മിക്കതും എന്തായിരിക്കും, adverb ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഇതിൽ തന്നെ 2 എക്സാമ്പിളിൽ ly ഇല്ല. അപ്പോൾ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം. പക്ഷേ മെജോറിറ്റി ഓഫ് ദി adverbsലും ly നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ നോട്ട് ഓൾവേസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ടത് ഒരു വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ്. അപ്പോൾ ആ സെൻറ്റൻസിൽ ഓൾറെഡി വെർബ് ഉണ്ടായിരിക്കും. ആ വെർബിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വാക്കുകളായിരിക്കണം adverbs. Okay, so exercise number 2, underline the adverbs in these sentences. ഈ സെൻറ്റൻസസിലെ adverbsനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് വൺ എന്താണ്, ജസ്റ്റ് ഫസ്റ്റ് വൺ ഒന്ന് ടീച്ചർ നമുക്ക് നോക്കി നോക്കാം. ഹി റാൻ ഫാസ്റ്റ് ടു ക്യാച്ച് ദ ബസ്. അവനോടി വേഗത്തിൽ എന്തിനാണ്, ടു ക്യാച്ച് ദ ബസ്, ഒരു ബസ് പിടിക്കാനായിട്ട് അവൻ ധൃതിയിൽ ഓടി, ക്വിക്കായിട്ട് നീ ഫാസ്റ്റായിട്ട് ഓടി. അപ്പോൾ എങ്ങനെയാണ് അവൻ ഓടിയത്, ഫാസ്റ്റ് അല്ലേ. അപ്പോൾ അവിടെ ഏതായിരിക്കും adverb, ആക്ഷൻ എന്താണ്, റൺ ചെയ്യുക, ഓടിയാണ്, റാൻ ആണ് അല്ലേ. അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വാക്ക് ഏതാണ്, യെസ് ഫാസ്റ്റാണ് അല്ലേ. നമുക്ക് അപ്പോൾ ആൻസേഴ്സ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളാണ് എന്ത്, adverbs. സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, എവിടെയാണ് നിൽക്കുന്നത്, ഔട്ട്സൈഡ്. ഐ ഡിഡ് വെൽ ഇൻ മൈ എക്സാം, എങ്ങനെയാണ് ചെയ്തത്, ഡിഡിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, അഗെയിൻ ഡിഡിൻ്റെ ഡു ഡസ് ഫോംസ് ഒക്കെ വേർബ്സിൽ പെടുന്നതാണ്. നൗ ദെയർ, അതുപോലെ ബാഗ് എവിടെയാണെന്ന് കാണിക്കാനായിട്ട് ബാഗ് ദെയർ ഉണ്ട്. ഡ്രോവ് സ്ലോലി, എങ്ങനെയാണ് വണ്ടി ഓടിച്ചത്, സ്ലോലി പതുക്കെയാണെന്ന് പറയുന്നുണ്ട്. ഈ എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. സോ കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് വിത്ത് സ്യൂട്ടബിൾ adverbs. ചൂസ് ഫ്രം ദീസ്. നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് വാക്കുകളുണ്ട്, അത് adverbs ആണ്. അത് താഴെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകൾ കാണാം. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അവിടെ ബ്ലാങ്ക്സ് ഉണ്ട്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള adverbs ആ ബോക്സിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഹി ഫെയിൽ ദി എക്സാം ബിക്കോസ് ഹി ഡിൻ വർക്ക് ഡാഷ്. എങ്ങനെയായിരിക്കും, ഈസിലി ആയിരിക്കുമോ, ആയിരിക്കില്ല. ക്വൈറ്റ്ലി ആയിരിക്കുമോ, അല്ല. എന്തായിരിക്കും, യെസ് തേർഡ് ഓപ്ഷനായ ഹാർഡ് ആവാനാണ് കറക്റ്റായിട്ട് അവിടെ മാച്ച് ചെയ്യുന്നത്. ഹി ഫെയിൽ ദി എക്സാം ബിക്കോസ് ഹി ഡിൻ വർക്ക് ഹാർഡ്. വർക്കിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതാണ് ഹാർഡ്. എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്, ഹാർഡായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു അല്ലേ. യെസ്, അതുപോലെ ബാക്കിയൊന്ന് ചെയ്ത് നോക്കൂ. ചൂസ് എ ബെസ്റ്റ് ആൻസർ ഫ്രം ദാറ്റ്. ഓക്കെ, സോ ഹിയർ ആർ ദി ആൻസേഴ്സ്. ഹാർഡ്, ഈസിലി, സ്ലോലി, ക്വൈറ്റ്ലി, ബ്രേവ്ലി. ബ്രേവ്ലി എന്താണ്, ഫോട്ട് ബ്രേവ്ലി, എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്, ബ്രേവ്ലി. സ്പീക്ക് ക്വൈറ്റ്ലി, എങ്ങനെയാണ് സംസാരിക്കാൻ പറഞ്ഞത്, ക്വൈറ്റ്ലി. ഹി വാക്ക് സ്ലോലി, എങ്ങനെയാണ് നടക്കുന്നത്, സ്ലോലി. ക്യാൻ ഡു എനി സം ഈസിലി, എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, ഈസിലി ആയിട്ട്. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ വൺസ് അഗൈൻ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. എന്താണ് ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിച്ചത്. ഒന്ന് വേർബ് എന്താണെന്നും adverb എന്താണെന്നും. രണ്ടും കണക്റ്റഡ് ആണ്. വേർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷനെയോ ബീയിങ് ആയിരിക്കുന്ന പൊസഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. adverb ആണെങ്കിലോ ഈ വേർബിനെ തന്നെ കുറച്ചുകൂടി അർത്ഥം കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ adverbs എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ adverbs എന്താണെന്നും verbs എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായില്ലേ. So thank you for watching. Stay tuned for more videos.